അതെ അതെ ഇങ്ങോട്ട് നോക്കു മനുഷ്യ. അതെ, ഗ്യാസിനൊക്കെ വില കൂടിയില്ലേ, പാചകക്കാരി നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഫുഡൊക്കെ ആരുണ്ടാക്കും? ഫുഡ് ഞാൻ ഉണ്ടാക്കും. അപ്പൊ പാചകക്കാരുടെ കാശ് കൊടുക്കണ്ടല്ലോ. ആ പാചകക്കാരിക്ക് കൊടുക്കണ കാശ് അവരുടെ ശമ്പളം എനിക്ക് നിങ്ങൾ തന്നാ മതി. മനസ്സിലായില്ലേ? അവരുടെ പൈസ എനിക്ക് തന്നാ മതി എന്ന്. ഓ, ഇങ്ങനെ പോയാ നീ കുറെ പൈസ ഉണ്ടാക്കൂലോടി. നീ ഭയങ്കര കോടീശ്വരി ആവൂലോടി. അപ്പൊ അങ്ങനെ നീ ഫുഡ് ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ കാശ് കുമിഞ്ഞു കൂടും. അതിനവർക്ക് തുച്ഛമായിട്ടുള്ള പൈസ അല്ലേ കൊടുക്കണുള്ളൂ, പിന്നെ ഇങ്ങനെ പൈസ കുമിഞ്ഞു കൂടണേ. ഇനി 3 കോടി രൂപയ്ക്കാണ് ഞാൻ എന്നെ ഇൻഷുർ ചെയ്തേക്കണേ. ആ പൈസ മുഴുവൻ നിനക്ക് കിട്ടൂലേ? നിന്റെ ഫുഡ് അടിച്ച് ഞാൻ. ഓ, വീട്ടു ചെലവ് നിയന്ത്രിക്കുന്ന കാര്യം പറയുമ്പോഴാ ഒരു ഒഴിഞ്ഞ തമാശ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിനുള്ള പ്രതിവിധി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രതിവിധിയോ? അതേടി പ്രതിവിധി. ഞങ്ങളൊക്കെ മൊബൈൽ നോക്കി നടക്കുമ്പോ നീ ഞങ്ങളെ കളിയാക്കാറില്ലേ പതിവ്? അതെ, ടിവിയിൽ സീരിയൽ കണ്ട് മതിയാമാഞ്ഞിട്ട് ഞങ്ങൾ മൊബൈലിലും സീരിയൽ കണ്ടുകൊണ്ട് നടക്കുമെന്നല്ലേ ഈ നാട്ടുകാരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണേ. ഗ്യാസിന് പകരം ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സാധനമുണ്ട്. അത് പറ്റേ പാചകം ചെയ്യുമ്പോഴേ ചെലവ് എത്ര ചുരുങ്ങുന്നത് നിനക്കറിയാമോ? അവളുടെ ഒരു കളിയാക്കല്. ഞങ്ങൾക്ക് വിവരമില്ല, ബോധമില്ല, ബുദ്ധിയില്ല. അവളോ സർവജ്ഞപീഠം കയറിയ റാണി, അതിനോടൊപ്പം കുന്തളിക്കാനൊരുത്തൻ. ലോകത്തിലെ മുഴുവൻ പാചകത്തിന്റെ ചെലവ് ചുരുക്കുന്ന പരിപാടി അത്. ഇനി ഗ്യാസിന് എത്ര വില കൂട്ടിയാലും അതൊന്നും അടുക്കളയെ ബാധിക്കുന്ന പ്രശ്നമാണ്. വല്ല നിരാഹാരം കിടക്കാനുള്ള പരിപാടിയായിരിക്കും. പോടിപ്പില്ലേ, ഇത്തവണത്തെ നോബൽ സമ്മാനം ഞങ്ങൾ 2 പേരും കൂടെ പങ്കിടും. അപ്പോഴും ഈ പുച്ഛം നിന്റെ മുഖത്ത് കാണണം അല്ലേ ചേച്ചി? ഓഹോ, എന്നാ ഒന്ന് കാണണമല്ലോ കണ്ടുപിടുത്തം. വാടി, അടുക്കളയിലേക്ക് വാടി, കാണിച്ചു തരാം. വാടി. ഓഹോ, വെല്ലുവിളിയോ? നിങ്ങൾ എന്താ നോക്കിയിരിക്കാൻ വെച്ചാ? വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടി. അവളുടെ ഒരു പുച്ഛം. ഇതിപ്പോ ഒരു ഗ്യാസ് സ്റ്റവ് അല്ലേ, ഇത് ഓൺ ആക്കിയിട്ട് പോലുമില്ല. പക്ഷെ ഇതിന്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാലേ നല്ല ചൂടാവുന്നത്. തിളച്ച വെള്ളമായിരിക്കും കയറ്റി വെക്കാൻ പോണത്. ഒന്ന് പോടിപ്പില്ലേ, നീ എന്നെ കയറ്റി വെച്ചോടി, എന്നിട്ട് നീ നോക്കടി. ആഹാ, എന്നൊന്ന് അറിയണമല്ലോ. ചൂടാവണ്ടല്ലോ. നീയും തൊട്ട് നോക്കടി, ബോധ്യപ്പെടറി. ഇങ്ങോട്ട് മാറഴിച്ചേ, ഞാൻ നോക്കട്ടെ. ശരിയാണല്ലോ, ചൂടാവണ്ടല്ലോ. സ്റ്റൗവിന്റെ നോബ് ഓഫാണല്ലോ, ഗ്യാസ് വന്ന നോബും ഓഫാണല്ലോ, പിന്നെ ഈ വെള്ളം ഇങ്ങനെ തിളച്ചു. അതല്ലേ എടി നിന്നോട് പറഞ്ഞേ ഞങ്ങളൊരു കണ്ടുപിടുത്തം നടത്തിയെന്ന്. എടി, നാളെ മുതൽ ഞങ്ങൾ നോബൽ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടും. എന്നാലും ഞാനിതെങ്ങനെ സഹിക്കും? സഹിക്കൂല, നിനക്ക് സഹിക്കൂല. ഞങ്ങൾ ആരാന്നിപ്പോ നിനക്ക് മനസ്സിലായില്ലേ? അതൊക്കെ ഓക്കെ, നിങ്ങളുടെ നോബൽ പ്രൈസ് ടെക്നിക്ക് ഒന്ന് കാണിച്ചു തന്നെ. അതൊക്കെ കാണിച്ചു തരാം. നീ ആ തിളയ്ക്കുന്ന വെള്ളമൊക്കെ മാറ്റി അങ്ങട്. ആ, മാറ്റി. നീ അങ്ങ് മാറി. ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഞങ്ങളുടെ കണ്ടുപിടുത്തം ഇതാ കാണ്, ഇതാ കാണ്, ഇതാ കാണ്. കാണടി, കാണടി, കണ്ണൂർന്ന് നോക്കടി, നോക്കടി, നോക്കടി പുല്ലേ, ഗ്യാസ് ഇല്ലാണ്ട് സ്റ്റൗ കത്തണത്. ഇത് മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കണല്ലേ? അതേടാ, അതെ. പിന്നെ ആഴ്ചക്ക് ഗ്യാസിന് വില കൂട്ടിയാ ഇതല്ലേ മാർഗമുള്ളൂ. അത് മാത്രല്ല, കറണ്ട് പോയാലേ എപ്പോഴും പിടിച്ചു. അങ്ങനെയാകുമ്പോ കറണ്ട് ബില്ലും ലാഭിക്കാം. കണ്ടോടി, ഞങ്ങളുടെ ബുദ്ധി കണ്ടോ? ഒരേ സമയം ഗ്യാസും കറണ്ടും. ഇതിന് നൊബേൽ പ്രൈസ്. അതിലും നല്ല വേറൊരു ഐഡിയ ഉണ്ട്. ആ ഗ്യാസിന്റെ ട്യൂബ് എടുത്തിട്ടേ ഇങ്ങനെ ഈ പൊക്കളിന്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഫുൾ ടൈം ഗ്യാസ് ആയിരിക്കും. ഇനി ഗ്യാസ് കുറവാന്ന് തോന്നിയാലോ കുറച്ച് ഉരുളക്കിഴങ്ങോ പയറോ എന്തെങ്കിലും ഒക്കെ എടുത്ത് തീറ്റിച്ചാൽ മതി, ഉറച്ച് ഗ്യാസ് കിട്ടിക്കോ. ഇനി പരമ്പരാഗതമായ രീതിയിൽ ഗ്യാസ് വേണമെങ്കിലേ ഇങ്ങനെ പിടിച്ച് ആ കുറ്റിയുടെ മുകളിലേക്ക് ഇരുത്തി കണക്ട് ചെയ്താൽ മതി. പിന്നെ 1/2 മണിക്കൂർ കൊണ്ട് ഗ്യാസ് കുറ്റി ഫുൾ ആയിക്കോളും. നിങ്ങളെന്താ പറഞ്ഞേ? ഞാൻ പാചകം ചെയ്താൽ കൊള്ളില്ലാന്നല്ലേ? ഓരോ കണ്ടുപിടുത്തങ്ങളും കൊണ്ട് വന്നേക്കണം. ചേച്ചി, അപ്പൊ നമ്മുടെ നോബൽ പ്രൈസോ? നോബൽ പ്രൈസ്